ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് നമ്മുടെ ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ അല്ലേ, നല്ല അടിപൊളി ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ചുമ്മാ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ പറഞ്ഞ് പോവല്ല ചെയ്യുന്നത്. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും വായിക്കും, അതിൻ്റെ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് ആൻസർ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് ഒന്നുകൂടെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം ക്ലാസ്. ലെറ്റസ് അസസ്സിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം ആദ്യം നമുക്ക്. ഇഫ് ആൻ ഒബ്ജെക്റ്റ് ഈസ് ലിഫ്റ്റഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി എർത്ത് ടു ഇറ്റ്സ് സർഫസ്, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഭൂമിയുടെ നടുക്ക് സെൻറ്ററിലായിട്ട് നമ്മളൊരു വസ്തുവിനെ വെച്ചിട്ടുണ്ട്. ആ വസ്തുവിനെ നമ്മൾ എടുത്തിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലോട്ട്, ഭൂമിയുടെ സർഫസിലോട്ട് നമ്മൾ ആ വസ്തുവിനെ കൊണ്ടുവരികയാണ്. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, ആ വസ്തുവിനെ നമ്മൾ ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് സർഫസിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആ വസ്തുവിൻ്റെ മാസിനും വെയ്റ്റിനും എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? നമുക്കറിയാലേ, മാസും വെയ്റ്റും രണ്ടും രണ്ടാണ് അല്ലേ. അപ്പോൾ അതെന്താണ് എന്ന് ആദ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ആൻസർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആ കൺസെപ്റ്റ് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും സംഭവം ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്താണ് മാസ്, എന്താണ് വെയ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ ലെറ്റേഴ്സ് അസസ് ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കും, അതിൻ്റെ കൺസെപ്റ്റ് ആദ്യം പറയും. അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൺസെപ്റ്റ് പഠിച്ചു പോകണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നമ്മൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏതോ ഒരു വസ്തുവിനെ എർത്തിൻ്റെ സർഫസിലോട്ട് എടുത്തു കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ഭാരത്തിന്, മാസ് മാത്രമല്ല വെയ്റ്റിനും എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് നോക്കാം. എന്താണ് മാസ്, എന്താണ് വെയ്റ്റ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് സംശയം തോന്നും പെട്ടെന്ന്, ഈ പറഞ്ഞ മാസും വെയ്റ്റും ഒന്നല്ലേന്ന്. ആണോ? അല്ല, മാസും വെയ്റ്റും ഡിഫറെൻ്റ് ആണ്. എന്താണ് മാസ് എന്ന് ചോദിച്ചാൽ ഏതൊരു വസ്തു ആയിക്കോട്ടെ, ആ വസ്തു നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് മാറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ്. ഇപ്പം നമ്മൾ 2 റോക്കറ്റ് ഉണ്ടാക്കി, ആ 2 റോക്കറ്റും ഒരേപോലെ നമ്മൾ ഉണ്ടാക്കിയേക്കാണ്. ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റ്, അതിൻ്റെ മാറ്ററൊക്കെ എന്തായാലും സെയിം ആണ്. അപ്പോൾ അത് എർത്തിലും വെച്ചു, ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലും വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 പേർക്കും ഒരേ എമൗണ്ട് ഓഫ് മാറ്റർ അല്ലേ ഇവിടെ ഉപയോഗിച്ചേക്കണേന്ന് വെച്ചാൽ 2 റോക്കറ്റിനും ഒരേ മാസാണോ? അതെ അല്ലേ, എമൗണ്ട് ഓഫ് മാറ്റർ സെയിം അല്ലേ. അപ്പോൾ മാസിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മാസിന് ഇല്ല, മാസ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ ഉള്ള മാറ്ററാണ് മാസ്. ഓക്കെ, അപ്പോൾ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ മാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞേ, അതിലുള്ള എമൗണ്ട് ഓഫ് മാറ്റർ അല്ലേ, നമ്മൾ കിലോഗ്രാം വെച്ചിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുക മാസ്. ഓക്കെ ആണോ? പക്ഷെ വെയ്റ്റ് അങ്ങനെയാണോ? മാസ് പോലെയാണോ? ഈ പറഞ്ഞ എമൗണ്ട് ഓഫ് മാറ്റർ ആണോ വെയ്റ്റ്? അല്ല. വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു ഫോഴ്സാണ് വെയ്റ്റ്. ഓക്കെ, ഫോഴ്സാണ് വെയ്റ്റ് എന്ന് പറഞ്ഞാലേ. ഒരു ഗ്രഹമോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി ഇപ്പം നമ്മുടെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഭൂമി അട്രാക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് വെയ്റ്റ്, നമ്മുടെ വെയ്റ്റ്. അതേപോലെ ഏതൊരു വസ്തു ആയാലും അതിനെ നമ്മുടെ ഭൂമിക്ക് അട്രാക്റ്റ് ചെയ്യാൻ എന്തോരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആവശ്യമാണ്, അതാണ് വെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓരോ ഗ്രഹങ്ങൾക്കും ഡിഫറെൻ്റ് അല്ലേ? അതെ, അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ അത് തന്നെയാണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ എർത്തിൽ നേരത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഗ്രഹത്തിനേക്കാളും ഗ്രാവിറ്റി കൂടുതലാണ്. അപ്പോൾ അവിടെയും എന്താണ്? വെയ്റ്റ് അവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനാണ് കൂടുതൽ. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, വെയ്റ്റിന് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ?
അത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ ഇക്വേഷനിൽ നിന്നാണ്. എന്താണ് ഫോഴ്സ് എന്ന് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സിൻ്റെ ഇക്വേഷനും പഠിച്ചു, എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ അല്ലേ. ഇവിടെ എയുടെ പകരം ആ നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ വെയ്റ്റിൻ്റെ ഇക്വേഷനായി. വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇവിടെ വെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നമ്മുടെ വെയ്റ്റിൻ്റെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? വെയിറ്റ് എന്താന്നാ പറഞ്ഞേ? ഫോഴ്സ്. ഫോഴ്സിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. അപ്പം ന്യൂട്ടൺ തന്നെയാണ് നമ്മുടെ വെയ്റ്റിൻ്റെയും എസ് ഐ യൂണിറ്റ്. അപ്പം നമുക്കിപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആണ്. ഒരു കുഞ്ഞേ കൺസെപ്റ്റും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജിയുടെ വാല്യൂ എർത്തിൻ്റെ സെൻറ്ററിലാണോ കൂടുതൽ സർഫസിലാണോ കൂടുതൽ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ്, എവിടെയാണ് കൂടുതൽ ജിയുടെ വാല്യൂ? എർത്തിൻ്റെ സെൻറ്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു വെയിറ്റ് ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജി കൂടുമ്പം വെയിറ്റും കൂടും. ഇപ്പം എർത്തിൻ്റെ സെൻറ്ററിൽ ജി 0 ആണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെയിറ്റ് എത്രയായിരിക്കും? വെയിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? യെസ്, നമ്മൾ വെച്ച ഒബ്ജക്റ്റ് എർത്തിൻ്റെ സെൻറ്ററിൽ ആണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന വെയിറ്റ് എത്രയാണ്? 0 ആണ്. അത് ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ആ ഒബ്ജക്റ്റിനെ എടുത്ത് സർഫസിലോട്ട് കൊണ്ടുവരുമ്പം എന്ത് സംഭവിക്കും? അതിന് ജി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. ജി ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പം അതിൻ്റെ വെയിറ്റും കൂടിക്കൂടിയാണ് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പക്കയായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.